ഹായ് സുഹൃത്തുക്കളെ, ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഡിപ്ലോമയും അതിന് മുകളിലും ബിടെക് എംടെക് ഒക്കെ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷ തന്നെയായിരുന്നു. അപ്പോൾ LSTDയിലേക്കും അതുപോലെ തന്നെ PWDയിലേക്കും ഇറിഗേഷനിലേക്കും ഒക്കെയാണ് ഈ ഒരു ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറുടെ നിയമനം വരിക. ഒരുപാട് വേക്കൻസികളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പരീക്ഷ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് നടക്കും എന്നുള്ളതാണ് PSC അറിയിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ മുന്നിൽ ഇനിയുള്ളത് ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം മാത്രമാണ്. ജൂണിൽ തന്നെ പരീക്ഷ നടക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുക. അതായത് ഇനി 5 മാസം കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ, ഈ സമയം വിനിയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മികച്ച റാങ്കിലേക്കും ഈ വർഷം തന്നെ സർക്കാർ ജോലിയിലേക്കും നടന്നെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിലബസ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓൾറെഡി ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്തെ പരീക്ഷകൾക്കായിട്ട് പഠിക്കുന്ന ആളുകളുണ്ടാവും. അസിസ്റ്റന്റ് എഞ്ചിനീയർ LSTD AE ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കായിട്ട് പഠിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഇതിന്റെ ഒരു സിലബസിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് പഠിച്ചെടുക്കാം. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാം. അതല്ല, ആദ്യമായിട്ട് PSC പരീക്ഷകൾക്കായിട്ട് ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകളുണ്ടാവും. സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ആദ്യമായിട്ടൊരു സർക്കാർ ജോലി ആഗ്രഹിച്ച് പഠിച്ചു തുടങ്ങുന്ന ആളുകളുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും ചിട്ടയോടുകൂടിയ പഠനം ഇനിയുള്ള 5 മാസം നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ I+ ഈ പരീക്ഷയ്ക്കായിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. വളരെ ചെറിയ ഫീസിൽ I+ന്റെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കോഴ്സിന്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഒക്കെ ആയിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ നമ്പറുകളിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് പഠിക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞതുപോലെ LSTDയിലേക്കും PWDയിലേക്കും ഇറിഗേഷനിലേക്കുമാണ് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറെ വിളിച്ചിരിക്കുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് നടക്കും. കഴിഞ്ഞ തവണ ഫസ്റ്റ് ഗ്രേഡും സെക്കൻഡ് ഗ്രേഡും ഒക്കെ ഒരുമിച്ചാണ് പരീക്ഷ നടന്നത്. ഇത്തവണയും അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പഠിക്കേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. AEയുടെ ലെവലിലുള്ള അത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ കൺസെപ്റ്റുകൾ കുറേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുറേ തിയറി പേപ്പേഴ്സും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യ 2 മൊഡ്യൂൾ സർവേയിങ് ആണ്. 20 മാർക്കിനാണ് മൊഡ്യൂൾ ഉള്ളത്. ആദ്യ 2 മൊഡ്യൂൾ കൂടെ ചേർത്ത് 20 മാർക്കുണ്ട്. സർവേ തന്നെയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയിൻ സർവേ, കോമ്പസ് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, ലെവലിംഗ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. 10 മാർക്ക് ഭാഗത്തു നിന്നുണ്ട്. സെക്കൻഡ് മൊഡ്യൂൾ തിയോഡലൈറ്റ് സർവേ, ഒരുപാട് ഇമ്പോർട്ടൻസ് തിയോഡലൈറ്റ് സർവേ കൊടുത്തിട്ടുണ്ട്. തിയോഡലൈറ്റ് സർവേ കൂടാതെ കർവ്സ്, അതിന്റെ കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. 10 മാർക്കാണ് രണ്ടാമത്തെ മൊഡ്യൂളിലുള്ളത്. അപ്പോൾ ആദ്യ 2 മൊഡ്യൂൾ സർവേയിങ്ങിന്റെ വിവിധ കാര്യങ്ങൾ 20 മാർക്കാണ് ഉള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. അതിൽ വളരെ കൃത്യമായിട്ട് ഏതൊക്കെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനാലിസിസ് ഇതേ ചാനലിൽ കൂടി ഇനി വരുന്നതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉൾപ്പെടെ. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കാണാം. അല്ല, നമ്മുടെ കോഴ്സിലും നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കാണാനായിട്ട് സാധിക്കും. സ്റ്റോൺ, ബ്രിക്ക്, ടൈല്, സിമെന്റ്, കോൺക്രീറ്റ്, അഗ്രിഗേറ്റ്, മോർട്ടാർ, ടിമ്പർ, ഇത്രയും കാര്യങ്ങളാണ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് പഠിക്കേണ്ടത്. 10 മാർക്കാണ് അതിനുള്ളത്. കൺസ്ട്രക്ഷൻ ടെക്നോളജിയാണ് അടുത്ത മൊഡ്യൂള്. ബ്രിക്ക് മേസണറി, സ്റ്റോൺ മേസണറി, ഡാം പ്രൂഫ് കോഴ്സ്, സ്കഫോൾഡിങ്, ബിൽഡിംഗ് കമ്പോണൻസ്, റൂഫ്, ടൈല്, വോള് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് കമ്പോണൻസ് കുറേ ഉണ്ട്. അതെല്ലാം പഠിക്കണം. 10 മാർക്കാണ് കൺസ്ട്രക്ഷൻ ടെക്നോളജിക്കും. ഈ മൂന്നാമത്തെ മൊഡ്യൂളും നാലാമത്തെ മൊഡ്യൂളും നോക്കുകയാണെങ്കിൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. സിലബസ് തന്നെ 2 പേജോളം വരും. അപ്പോൾ പക്ഷേ ചിട്ടയായിട്ട് റിവൈസ് ചെയ്ത്, ഇത് ഒരുപാട് തിയറി ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷോർട്ട് നോട്ട് എഴുതി നമ്മുടെ വീഡിയോകൾ കാണുകയാണെങ്കിലും അല്ല നിങ്ങളല്ലാതെ റെഫർ ചെയ്ത് പഠിക്കുകയാണെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ ഷോർട്ട് നോട്ട് എഴുതി പോയിന്റ് വൈസ് ആയിട്ട് കുറിച്ചെടുത്ത്, പ്രധാനപ്പെട്ട പോയിന്റുകൾ കുറിച്ചെടുത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ തലേന്ന് പോകും. അപ്പോൾ അങ്ങനെ തന്നെയാണ് അത് പഠിക്കേണ്ടത്. അടുത്ത മൊഡ്യൂൾ, 5ാമത്തെ മൊഡ്യൂൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ മെക്കാനിക്സ്, സോളിഡ്സ് എന്നൊക്കെ പറയുന്നത് അതേ സബ്ജക്ട് തന്നെയാണ്. ഫോഴ്സ്, സെൻട്രോയിഡ്, പ്രോപ്പർട്ടീസ്, യങ്സ് മോഡൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബീംസ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൂവ്മെന്റ്, ടോർഷന്, സിമ്പിൾ ബെൻഡിങ് തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഭാഗത്ത് പഠിക്കാനുള്ളത്. 10 മാർക്കാണ്. ഈ ഒരു മൊഡ്യൂൾ എന്ന് വെച്ചാൽ കൺസെപ്റ്റ് വൈസ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. AE ലെവലിൽ ചോദിക്കുന്ന പോലുള്ള പ്രോബ്ലംസ് ഒന്നും ഒരുപക്ഷെ ചോദിച്ചെന്ന് വരില്ല. പക്ഷേ കൺസെപ്റ്റുകൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. പല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ കൺസെപ്റ്റ് വൈസ് ആയിട്ട് അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 6ാമത്തെ മൊഡ്യൂൾ ക്വാണ്ടിറ്റി സർവേയിങ് ആണ്. നമുക്ക് കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിവിധ മെത്തേഡ്സ്, സ്പെസിഫിക്കേഷൻസ്, PWD, CPWD സ്പെസിഫിക്കേഷൻസ്, എസ്റ്റിമേറ്റ്, RCC ഉൾപ്പെടെയുള്ള എസ്റ്റിമേറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. വാല്യുവേഷൻ്റെ കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് നമ്മൾ AE ലെവലിലൊക്കെ പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി സർവേയിങ് സിലബസ് ആണ് ഇവിടെ ഉള്ളത്. 10 മാർക്കാണ് ഈ ഭാഗത്തു നിന്നുള്ളത്. 7ാമത്തെ മൊഡ്യൂൾ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ ഹൈഡ്രോളജി, റെയിൻഫോൾ, വാട്ടർ റിക്വയർമെന്റ്, ഖാരിഫ് ആൻഡ് റാബി ക്രോപ്സ്, ഹെഡ് വർക്ക്സ്, റിസർവോയേഴ്സ്, കനാൽസ്, സ്ഥിരം നമ്മൾ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിന്റെ ഭാഗത്ത് നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. 10 മാർക്ക് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്.
ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 10 മാർക്ക്, ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മുതലുള്ള കാര്യങ്ങളുണ്ട്, ഫൗണ്ടേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ 10 മാർക്കിന് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് വളരെ വാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഹൈവേ എഞ്ചിനീയറിംഗ് വളരെ ഡീപ്പായിട്ട് പഠിക്കണം, റെയിൽവേ എഞ്ചിനീയറിംഗ്, ബ്രിഡ്ജ് ആൻഡ് കൾവേർട്ട്, ടണലുകൾ, അതേപോലെ എയർപോർട്ട് എഞ്ചിനീയറിംഗും സാധാരണ നമ്മൾ മറ്റ് പരീക്ഷകൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ലെവലിലുള്ള പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ എയർപോർട്ട് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് 10 മാർക്ക്. അവസാനത്തെ മൊഡ്യൂളായിട്ട് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗും വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗുമാണ് അതിൽ വരുന്നത്. വാട്ടർ സപ്ലൈ, പ്യൂരിഫിക്കേഷൻ, സാനിറ്ററി എഞ്ചിനീയറിംഗ്, സീവേജ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ, ഇത്രയും കാര്യങ്ങളാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇങ്ങനെ 10 മാർക്ക് വീതമുള്ള 10 മൊഡ്യൂളുകളാണ് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടുള്ളത്. കൃത്യമായിട്ടൊരു സിലബസ് പ്രിപ്പയർ ചെയ്ത്, ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിലെ ചില ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ ബിടെക് പഠനകാലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പോളിടെക്നിക് ഡിപ്ലോമ പഠനകാലത്തൊക്കെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകൾ ഉണ്ടാവും. ചില ടോപ്പിക്കുകൾ മറന്നേ പോയിട്ടുണ്ടാവും. അപ്പോൾ മറന്നുപോയ ടോപ്പിക്കുകൾക്ക് ആദ്യം നമ്മൾ കുറച്ച് കൂടുതൽ സമയം കൊടുത്ത് അതൊന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് ഇത് എല്ലാം കൂടെ ഒരു ടോപ്പിക്ക് തീർത്ത ശേഷം അടുത്തതിലേക്ക് പോകാം എന്നുള്ളതിലേക്കാളും നല്ലത് പാരലായിട്ട് കുറച്ച് ടോപ്പിക്കുകൾ നോക്കി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്യുന്നതാണ്. അതാണ് നല്ലൊരു സ്ട്രാറ്റജി. ഇല്ലെങ്കിൽ നമ്മൾ മടുത്തു പോകും ചില ടോപ്പിക്കുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ സംഭവിക്കാതെ നോക്കുക. ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് ഒരു 5 മാസം കൊണ്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, എങ്കിലേ കവർ ആവുള്ളൂ. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, റിവൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം തന്നെ നിങ്ങൾക്ക് സർക്കാർ ജോലിയിലേക്ക് നടന്നെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾക്കൊരു കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമാണെങ്കിൽ I+ നിങ്ങളോടൊപ്പം ഉണ്ട്. വളരെ ചെറിയ ഫീസിൽ I+ന്റെ LSTD ഗ്രേഡ് 1 കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ കോഴ്സിന്റെ ലിങ്കുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളും നോട്ടുകളും ഇതിന് മുൻപ് നടന്ന ഈ പരീക്ഷകളിൽ ഉൾപ്പെടെ 1ാം റാങ്ക് ഉൾപ്പെടെ നേടിയിട്ടുള്ള അതേ നിലവാരമുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഇതേ പരീക്ഷയ്ക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചിട്ടയോടുകൂടി I+നൊപ്പം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. തൗസൻഡ്സ് ഓഫ് MCQs ഒക്കെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമാണ്. അപ്പോൾ ഒട്ടും വൈകണ്ട. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ പഠനം ആരംഭിക്കുക. 2025 സർക്കാർ ജോലിയിലേക്കുള്ള നിങ്ങളുടെ വർഷമാക്കി മാറ്റുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.